ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ജാസ്മിൻ്റെ കുടുംബം എത്തിയിരിക്കുകയാണ്. ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയുമാണ് എത്തിയത്. നേരത്തെ ഗബ്രിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ പിതാവ് ശക്തമായ താക്കീത് ജാസ്മിന് നൽകിയിരുന്നു. ഇക്കാര്യം ജാസ്മിൻ തന്നെ ഹൗസിൽ വെച്ച് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ കുടുംബം എത്തുമ്പോൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക എന്നതായിരുന്നു പ്രേക്ഷകർ ഉറ്റുനോക്കിയത്. എന്നാൽ ജാസ്മിനേക്കാൾ ഇപ്പോൾ തകർത്തത് ഉപ്പയാണെന്നാണ് ബിഗ് ബോസ് ആരാധകർ പറയുന്നത്. വളരെ സൗമ്യമായി മകളോട് ഗെയിം കളിക്കേണ്ടതിനെക്കുറിച്ച് സംസാരിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്ന പിതാവിനെയാണ് ആരാധകർ കണ്ടത്. ഉപ്പ ജാസ്മിനോട് പങ്കുവെച്ച വാക്കുകൾ ഇങ്ങനെ: സഹകരിക്കുന്നവരോട് സഹകരിച്ചോ, പക്ഷേ ഒറ്റയ്ക്ക് പോരാടി ഒറ്റയ്ക്ക് കപ്പെടുത്തു വരണം. അതാണ് ഗെയിമിൻ്റെ ആറ്റിറ്റ്യൂഡും ആ സ്പിരിറ്റും. അത്തയ്ക്കും അതാണിഷ്ടം. മോൾക്ക് സങ്കടമുണ്ടെങ്കിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും അത്തയുടെ തോളിൽ കിടന്ന് തീർത്തേക്കണം. നീ നല്ല ഗെയിമറാണ്, കോൺഫിഡൻസും ഉണ്ട്. അതുകൊണ്ട് തനിച്ച് മാത്രം നിന്ന് കളിച്ചാൽ മതി. എന്തിനാണ് അനാവശ്യമായി ടെൻഷൻ അടിക്കുന്നത്? ഈ പാവ ആരാണ് തന്നു വിട്ടതെന്ന് മോൾക്ക് അറിയുമോ? കുടുംബം വന്നപ്പോൾ ടെഡിബിയറുമായിട്ടായിരുന്നു ഹൗസിലേക്ക് കയറിയത്. ജാസ്മിന് പ്രതിശ്രുതവരനായ അഫ്സലാണ് ജാസ്മിന് ഈ പാവ കൊടുത്തുവിട്ടത്. പറയാനുള്ളതൊക്കെ വെളിയിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാം. നമ്മുടെ മനസ്സ് പൂർണ്ണമായും ഗെയിം ആയിരിക്കണം. ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. എന്ത് പറയാനുണ്ടെങ്കിലും പുറത്ത് വന്ന് മാത്രം പറയാം. അത്തയ്ക്ക് ടെൻഷൻ വല്ലതും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആവശ്യമില്ലാതെ കരയാതിരിക്കുക. പണ്ടൊക്കെ നീ ചുമ്മാ കരയാറുണ്ടോ? മനസ്സിൽ വരേണ്ടത് ഗെയിം എന്നത് മാത്രമാണ്. നിന്നെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാകാം. സഹായിക്കാൻ ആളില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. സഹായം പ്രതീക്ഷിച്ചാണോ ഇവിടേക്ക് വന്നത്? എന്തുണ്ടേലും എന്നെയും പൊന്നൂനെയും അത്തയെയും അത്തമ്മയെയും ഒക്കെ ഓർക്ക്. ഇനി ഞങ്ങൾ പോകുമ്പോൾ വേറെ തരത്തിൽ ചിന്തിക്കാതെ ഗെയിം കളിക്കുക, കപ്പടിക്കുക. അത്തയും ഉമ്മയുമൊക്കെ ഇവിടെ വരെ ഒന്നുകൂടി പരിശ്രമിക്കുക. ഗബ്രിയുടെ മാലയും ഫോട്ടോയും ഉപ്പ ജാസ്മിനിൽ നിന്ന് ഊരി വാങ്ങിയിരുന്നു. ഇതിന് ആവശ്യമില്ലെന്നാണ് ഇരുവരും ജാസ്മിനെ അറിയിച്ചത്. ഏറെ സങ്കടത്തോടെയാണ് ജാസ്മിൻ അത് കൈമാറിയത്. അതേസമയം ഇവിടെ നടന്നതിനെ ഗെയിമായി മാത്രമേ കാണേണ്ടതുള്ളൂവെന്നും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ എല്ലാം മറക്കണമെന്നും ജാസ്മിനോട് ഉമ്മയും ഉപ്പയും പറയുന്നുണ്ട്.